ഏതെങ്കിലും മനുഷ്യനെ ഭയന്ന് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ചുറ്റുപാടുകളെ, എതിരാളികളെ, ശത്രുവിനെ ഭയന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ദൈവമുണ്ട്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും ഈ ഭൂമിയിലെ വാസത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ധാരാളം പ്രതിസന്ധികളുള്ള ഒരു ലോകത്താണ് നാം പാർക്കുന്നത്. നമ്മളോട് പോരാടുന്ന മനുഷ്യരും നമ്മളോട് പോരാടുന്ന പിശാചും ഒരു അലറുന്ന സിംഹം എന്ന വണ്ണം നമുക്കെതിരെ വാദപ്രതിവാദം നടത്തുമ്പോൾ ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. 118-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്തു ചെയ്യും. ഇവിടെ സങ്കീർത്തനക്കാരൻ അതിന് മുകളിലത്തെ വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 5-ാം വാക്യം, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വലിയ ഞെരുക്കം എൻ്റെ ജീവിതത്തിൽ വന്നു, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി, ദൈവം എനിക്കൊരു വലിയ വിശാലത തന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ദൈവം നിനക്കൊരു വലിയ വിശാലത തരും. എന്നിട്ട് വിശാലതയിലെത്തിയ ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ഒരു ദൈവപൈതന്റെ ഉറപ്പും ധൈര്യവും ഒക്കെ അവന്റെ കഴിവും അവന്റെ മണി പവറും മസിൽ പവറും ഒന്നുമല്ല. അവന്റെ ഏറ്റവും വലിയ ധൈര്യം അവന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് വെളിപ്പെടുത്തിയ ഒരു വചനമുണ്ട്. അത് സ്തോത്രം, തിരുവചനം വായിക്കുന്ന ആരുടെയും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ വചനം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ധാരാളം എതിരുകൾ വന്നപ്പോൾ നിങ്ങൾ ആ എതിര് മാറുവാനായിട്ട് മാനുഷികമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ പ്രാർത്ഥനയിൽ ഇരുന്നതിന് വിജയമെടുക്കുന്നതിന്റെ കാരണം പ്രാർത്ഥിക്കുന്നവരുടെ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ച, ഒരു രാജ്യം മുഴുവൻ ദാനിയേലിനെതിരായി നിന്നപ്പോൾ ദാനിയേൽ ഒറ്റയ്ക്ക് നിന്ന് പറയുക, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും. ഒരു രാജ്യം മുഴുവൻ ദാനിയേലിനെതിരെ നിന്ന് തന്നെ ഒരു രേഖ എഴുതി തന്നെ കുരുക്കുവാൻ പദ്ധതി ഇട്ടപ്പോ കുരുക്കഴിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ പാദപീഠത്തിൽ ദാനിയേൽ മുട്ടുകുത്തിയപ്പോൾ ആരാ കുരുക്കൊപ്പിച്ചോ അവർക്ക് ആ കുരുക്ക് കുരുക്കായി മാറിയതുപോലെ നമുക്ക് വിശ്വസിക്കാം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും. ഏതെങ്കിലും മനുഷ്യനെ ഭയന്ന് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ചുറ്റുപാടുകളെ, എതിരാളികളെ, ശത്രുവിനെ ഭയന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ദൈവമുണ്ട്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഭയപ്പെടുത്തുന്ന മനുഷ്യരും പിശാചും ഒരുപോലെ വാദപ്രതിവാദം നടത്തുമ്പോൾ ആ വാദങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രതിബന്ധങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കൊന്നിച്ച് പറയാം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും. ഗോഡ് ബ്ലസ് യു.